ഇവിടെയൊക്കെ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് വക്കീലും അല്ലെങ്കിൽ വാദങ്ങളും കാര്യങ്ങളും അതിൻ്റെ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പല അനുഭവങ്ങളും അവിടെ എനിക്ക് അറിയുന്നവരുണ്ട്. കോടതിയിൽ അതായത് ഒരു സ്പോൺസർ എന്താണ് എഴുതി കൊടുക്കുന്നത്, അവിടുത്തെ ഒരു ഡ്രൈവറെ കുറിച്ചോ അവിടുത്തെ ഒരു വേലക്കാരൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അടിമകളെ പോലെയാണ്. അതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ്. മനുഷ്യർ ഇപ്പോൾ പല രാജ്യത്തും മലയാളികൾ പോയി വർക്ക് ചെയ്യുന്നുണ്ട്. അവരോടുള്ള സമീപനവും കാര്യങ്ങളൊക്കെ വ്യത്യാസമാണ്. ഇവിടെ ഇതൊരു അടിമകളെ പോലെ വാങ്ങുന്ന പോലെയാണ്. അവർ അണ്ടറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പാസ്പോർട്ട് വാങ്ങിച്ചു വെക്കുക, പിന്നെ ഒരു അടിമയാണ്. ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റില്ല, സ്വാതന്ത്ര്യമില്ല. തെറ്റിക്കഴിഞ്ഞാൽ കളവാണോ എന്താണോ അവർ എഴുതി കൊടുക്കുന്നത്, ആ സ്പോൺസർ എഴുതി കൊടുത്താൽ അത് FIR ആവും. ആ FIR കഴിഞ്ഞാൽ കോടതിയിലെത്തുന്ന വിധിയും അത് തന്നെ. ഭൂരിപക്ഷം പഠിച്ചു നോക്കിയാൽ കാണാം, വിധി സ്പോൺസർ പറയുന്നതാണ് ജഡ്ജ്മെന്റ്. അത് വിട്ടിട്ട് വാദിക്കാനോ അവിടെ വെരി എക്സ്പെൻസീവ് അഡ്വക്കേറ്റ്സ് ഒക്കെ ഇവിടുത്തെ പോലെയല്ല. അറബിയിൽ എന്തൊക്കെ പറയും, ട്രാൻസ്ലേഷൻ ഒക്കെ ഉണ്ടെന്ന് പറയും. നമ്മൾ മനസ്സിലായില്ലെങ്കിലും പ്രതിയിൽ നിന്നിങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കും, അവിടെ എഴുതിക്കൊണ്ടിരിക്കും. തീരുമാനമാണ്. അല്ലാണ്ട് വാദിച്ച് ജയിച്ചവിടുത്തെ പോലെ നല്ല വക്കീലിനെ വെച്ച് അതിന്റെ പോയിന്റ്സിലേക്ക് കടന്നിട്ട് ആർഗ്യ ചെയ്തുകൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കുന്ന സംവിധാനങ്ങളൊക്കെ കുറവാണ്. തീർച്ചയായിട്ടും ഓരോ രാജ്യങ്ങളും ഓരോ കാലഘട്ടത്തിലാണ് പല മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. എന്നതുകൊണ്ട് തന്നെ വൈ നോട്ട് നല്ല